ഹലോ കുട്ടീസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മുടെ ഒരു കുട്ടി സബ്സ്ക്രൈബർ കുറേ തവണ കമൻറ്റ് ചെയ്തായിരുന്നു ഇതുപോലെ ബ്ലൈൻഡ് ബാഗ് ഉണ്ടാക്കാനായിട്ട്. A4 ഷീറ്റ് പേപ്പർ 2 എണ്ണവും ഒരു സെലോ ടേപ്പും ഉണ്ടെങ്കിൽ അടിപൊളിയായിട്ട് സംഭവം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ആദ്യം തന്നെ നമ്മളൊരു A4 ഷീറ്റ് ഇതുപോലൊന്ന് മടക്കി കൊടുക്കുക. അതിൻ്റെ മണ്ടയ്ക്ക് നമുക്ക് പടം വരച്ചു കൊടുക്കാം. ഞാനിത് ട്രേസ് ചെയ്തെടുത്തതാണ്. നിങ്ങൾക്ക് പടമൊക്കെ വരയ്ക്കാൻ അറിയാമെങ്കിൽ നല്ലപോലെ വരച്ചു കൊടുക്കാം. അതിൻ്റെ മണ്ടയ്ക്കൂടെ നമ്മൾ ഒന്ന് ബ്ലാക്ക് കളർ മാർക്കറോ പെന്നോ വെച്ചിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്ത് അതിനെ ഒന്ന് കളർ അടിച്ച് റെഡിയാക്കി എടുക്കണം. പിന്നെ നമ്മൾ 2 ഗീവയുടെ വീഡിയോസ് നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. 2 ഗീവയിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് മാക്സിമം നിങ്ങൾ ശ്രമിക്കുക കേട്ടോ. ഞാൻ ഇത്രയും ഗീവേസ് ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കുട്ടികളുണ്ട് ഇതുപോലെ സപ്ലൈസ് ഒന്നും ഇല്ലാതെ ക്രാഫ്റ്റ് ഒന്നും ചെയ്യാതെ വിഷമിച്ചിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് വെക്കേഷൻ കൂടെയല്ലേ, അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ക്രാഫ്റ്റ് ചെയ്യണം എന്നുള്ള മനസ്സിലാണ് ഞാൻ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള സാധനം തന്നെ നമ്മൾ ഗീവേ ആയിട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ തന്നെ നമ്മൾ 4 കുട്ടികൾക്ക് ഗീവേ ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലുള്ള ഗീവേസും അതേപോലെ ക്രാഫ്റ്റ് വീഡിയോസും നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റുന്നതാണ്. ഇനി നമുക്ക് ബ്ലൈൻഡ് ബാഗിൻ്റെ പരിപാടിയിലേക്ക് കിടക്കാം. നമ്മളിവിടെ ഒരു ആനിമൽ ബ്ലൈൻഡ് ബാഗ് ആണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ അതൊന്ന് എഴുതി കൊടുക്കുക. ഈ ഒരു ആനിമൽ ബ്ലൈൻഡ് ബാഗിൻ്റെ ഉള്ളിൽ എന്ത് ഗിഫ്റ്റ് ആയിരിക്കും എന്ന് ഗസ് ചെയ്യാനായിട്ട് പറ്റുമോ? വീഡിയോയുടെ ലാസ്റ്റ് വരെ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ഗിഫ്റ്റ് ആണെന്ന് മനസ്സിലാവും. നമ്മൾ ആ ഒരു ഗിഫ്റ്റ് ഉണ്ടാക്കുന്നതും കൂടെ ഈ ഒരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. നമ്മൾ ഈ ഒരു ബ്ലൈൻഡ് ബാഗ് എല്ലാം സെറ്റ് ചെയ്തിട്ട് അത് കട്ട് ചെയ്ത് ഓപ്പൺ ചെയ്യുന്ന വീഡിയോ നമ്മൾ ഷോർട്സ് ആയിട്ട് വിടുന്നതാണേ. പിന്നെ ഇത് കളർ ചെയ്യാൻ വേണ്ടി ബ്രഷ് പെന്ന് തന്നെ വേണമെന്നില്ല. ഞാനിവിടെ ബ്രഷ് പെന്നാണ് യൂസ് ചെയ്തേക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ സ്കെച്ച് ആണെങ്കിലും കളർ പെൻസിൽ ആണെങ്കിലും അത് യൂസ് ചെയ്താലും മതി. എന്തായാലും നിങ്ങളിത് വീട്ടിൽ നിന്ന് ട്രൈ ചെയ്ത് നോക്കണേ. കാരണം ഞാൻ ഒരെണ്ണം വീഡിയോയ്ക്ക് വേണ്ടി ഉണ്ടാക്കാമെന്ന് കരുതി, പക്ഷേ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ ഇത് കൂടാതെ 2 എണ്ണം കൂടെ ടോട്ടൽ 3 ബ്ലൈൻഡ് ബാഗ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനിയാണ് നമ്മുടെ സെലോ ടേപ്പിൻ്റെ പണി തുടങ്ങുന്നത്. ഇത് 3 വശത്ത് മാത്രമാണ് നമ്മളിപ്പോൾ സെലോ ടേപ്പ് ഒട്ടിച്ചു കൊടുക്കുന്നത്. അത് എങ്ങനെ ഒട്ടിക്കുന്നതെന്ന് ഞാൻ കാണിച്ചിട്ടുണ്ട്. വലിയ സൈസിലുള്ള സെലോ ടേപ്പ് തന്നെ വേണമെന്നില്ല. ഞാൻ ആദ്യത്തെ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന സ്റ്റാർട്ടിങ്ങിൽ 2 ടൈപ്പ് സെലോ ടേപ്പ് കാണിച്ചിട്ടുണ്ട്. വലുതും കാണിച്ചിട്ടുണ്ട്, അതിൻ്റെ ഒരു ചെറിയ സൈസ് കാണിച്ചിട്ടുണ്ട്. ആ ചെറിയ സൈസ് സെലോ ടേപ്പ് വെച്ചിട്ടാണ് ഞാൻ സൈഡെല്ലാം ഒട്ടിക്കുന്നത്. അത് വെച്ച് ഒട്ടിച്ചാൽ തന്നെ മതി, അത് വെച്ച് ഒട്ടിക്കാൻ പറ്റുന്നതേ ഉള്ളൂ. 3 സൈഡും ഒന്ന് സെലോ ടേപ്പ് വെച്ച് ഒട്ടിച്ചിട്ട് നമ്മൾ രണ്ടാമത്തെ A4 ഷീറ്റ് എടുക്കുക. അതിനെ നമ്മളൊന്ന് മടക്കി, നമ്മൾ ആദ്യം മടക്കി പോലെ മടക്കിയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക. നിങ്ങൾക്ക് ഞാൻ പറയുന്നത് കറക്റ്റായിട്ട് മനസ്സിലാവുന്നില്ലെങ്കിൽ വീഡിയോ ഒന്ന് കണ്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ചെയ്യാനായിട്ട് പറ്റുമേ. നമ്മൾ എന്നിട്ട് ആ ഒരു പേപ്പറിൽ ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ് ഇട്ട് കൊടുക്കുന്നത്. ചുമ്മാ അതൊരു ഭംഗിക്ക് കുറച്ച് വരകളൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം അതും നമുക്ക് ഇതുപോലെ തന്നെ ഒരു ചെറിയ സെലോ ടേപ്പ് വെച്ചിട്ട് കട്ട് ചെയ്ത് വീഡിയോയിൽ കാണിച്ചേക്കുന്ന പോലെ 3 സൈഡിൽ ഇതിലും സെലോ ടേപ്പ് ഒട്ടിക്കുക. ഇനി നമ്മുടെ ഗിഫ്റ്റ് ആണ് ഇതിനുള്ളിൽ ഇടാനായിട്ട് പോകുന്നത്. അപ്പം നമുക്കിനി ഇതിനകത്ത് ഇടാനുള്ള ഗിഫ്റ്റ് നമുക്ക് തയ്യാറാക്കാം. പിന്നെ നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹവും സപ്പോർട്ടും കൊണ്ടാണ് പിന്നെയും ഞാൻ വീഡിയോസ് എടുത്ത് പോസ്റ്റ് ചെയ്യുന്നതും അതേപോലെ തന്നെ പിന്നെയും ഗീവവേസ് ഇടുന്നതും. എല്ലാവർക്കും ഒരുപാട് നന്ദി. ഇനി നമുക്ക് ഈ ഒരു ബ്ലൈൻഡ് ബാഗിലെ സർപ്രൈസ് ആയിട്ടുള്ള സാധനം ഉണ്ടാക്കിയാലോ? അത് നമ്മുടെ സ്ക്വിഷിയാണേ. അപ്പം നമ്മളത് ഉണ്ടാക്കാനായിട്ട് ആദ്യം ആ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട ആ ഒരു പേപ്പർ കട്ട് ചെയ്യേണ്ട ബാക്കി വന്ന പേപ്പറിനെ ഒന്ന് മടക്കുക. അതിനെ ഒന്നും കൂടെ കട്ട് ചെയ്ത് ചെറുതാക്കിയിട്ട് അതിൻ്റെതായ ഒരു ചെറിയ പേപ്പർ പോലെ ആവും. അതിനെ ഒന്ന് മടക്കുക. അതിനുശേഷം നമ്മൾ പടമൊക്കെ വരച്ച് കളർ അടിച്ച് ആ ഒരു പാർട്ട് നമ്മൾ വീഡിയോയിൽ എടുത്തിട്ടില്ല കേട്ടോ. നമ്മൾ ട്രേസ് ചെയ്ത് ഫോണിൽ നിന്ന് തന്നെ ട്രേസ് ചെയ്ത് പടം വരച്ച് നമ്മൾ കളർ കൊടുത്തതാണ്. അപ്പം നമ്മുടെ ഇതിനകത്ത് സർപ്രൈസ് ഗിഫ്റ്റ് പാണ്ടയുടെ സ്ക്വിഷിയാണ്. അപ്പോൾ ഈ പാണ്ടക്കുട്ടനെ ആരൊക്കെ ഗസ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒന്ന് കമൻറ്റ് ചെയ്യണേ. നിങ്ങൾ എന്താണ് ഇതിനുള്ളിലെ സർപ്രൈസ് ഗിഫ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് സ്ക്വിഷിയുടെ പണി തുടങ്ങാം. ഇതിന് നമുക്ക് ചെറിയ സെലോ ടേപ്പ് ആണെങ്കിൽ എടുത്താൽ മതി. ഞാനിപ്പോൾ എൻ്റെ വലിയ സെലോ ടേപ്പ് ഉള്ളത് കൊണ്ടാണ് അങ്ങനെ എടുത്തത്. ഫുള്ള് നമ്മൾ നേരത്തെ എല്ലാം സൈഡിൽ മാത്രമല്ലേ സെലോ ടേപ്പ് കൊടുത്തിട്ടുള്ളായിരുന്നു. ഇത് നമ്മൾ ഫുള്ള് സെലോ ടേപ്പ് കൊടുക്കുന്ന ആ ഒരു സൗണ്ടൊക്കെ കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയാണ്. ഫുൾ ഒട്ടിക്കുക. ഒരിടത്തും സെലോ ടേപ്പ് ഇല്ലാത്തൊരു ഭാഗം പോലും ഇല്ല. ഫുള്ള് കംപ്ലീറ്റ് ഒട്ടിച്ചതിന് ശേഷം അതിനുള്ളിലേക്ക് നമ്മൾ പഞ്ഞി നിറയ്ക്കുകയാണ്. ഒന്നുകിൽ നിങ്ങൾക്ക് തലയാണയ്ക്കുള്ളിൽ നിന്ന് കിട്ടുന്ന പഞ്ഞിയോ അല്ലെങ്കിൽ പഴയത് മാത്രമേ എടുക്കാം കേട്ടോ, പുതിയത് പോയി എടുക്കല്ലേ. പിന്നെ നിങ്ങളുടെ പഴയ ഏതെങ്കിലും പാവോ എല്ലാം ഉണ്ടെങ്കിൽ അതിനുള്ളിലെ പഞ്ഞിയോ എന്ത് വേണമെങ്കിലും എടുക്കാം. ഞാൻ ചെടിയെ ഉണ്ടാക്കാൻ വേണ്ടി വാങ്ങിയ പഞ്ഞിയായിരുന്നു. അപ്പോൾ അത് നമ്മളെടുത്ത് നിറച്ച് കൊടുക്കുക. നമുക്ക് നിറഞ്ഞതായിട്ട് തോന്നും, എന്നാലും പിന്നെയും നിറച്ച് കൊടുക്കുക. എന്നാൽ മാത്രമേ ആ ഒരു റിയലിസ്റ്റിക് സൗണ്ടും അതേ ഒരു എഫക്റ്റ് കിട്ടത്തുള്ളൂ. അതിനുശേഷം നമ്മൾ നേരത്തെയൊക്കെ ക്ലോസ് ചെയ്ത പോലെ ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ആ പേപ്പറിൻ്റെ ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട ബാഗിലേക്ക് ഇത് കയറ്റിക്കുക. ബാഗ് എന്നൊക്കെ പറയുന്ന ആ പേപ്പർ വെച്ച് ക്ലോസ് ചെയ്ത് അതിനുള്ളിലേക്ക് നമ്മുടെ സ്ക്വിഷി ഇടുക. അത് ക്ലോസ് ചെയ്യുക. അത് ക്ലോസ് ചെയ്യുന്നതിന് മുന്നേ ഒരു സാധനം, നമ്മൾ സ്ക്വിഷി എടുത്തതിൻ്റെ ബാക്കി വന്ന പേപ്പറിനെ ഒന്നും കൂടെ കട്ട് ചെയ്തിട്ടൊന്ന് മടക്കി അത് നമുക്ക് ഏത് കളർ കൊടുക്കണമെങ്കിലും കൊടുക്കാം. ഞാനിപ്പം എപ്പിക്ക് ബ്ലൂ എന്നുള്ള ആ ഒരു ഇതാണ് കൊടുക്കുന്നത്. അപ്പം നമ്മൾ അത് ജസ്റ്റ് ഒന്ന് കൊടുക്കുക. എന്നിട്ടൊന്ന് ജസ്റ്റ് ഓപ്പൺ എന്നൊക്കെ എഴുതി വെക്കുക. ആദ്യം നമ്മൾ ഈ ഒരു സംഭവം കണ്ടതിന് ശേഷമാണ് ഈ ബ്ലൈൻഡ് ബാഗിനുള്ളിൽ എന്താണെന്ന് നോക്കാനായിട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു ഓപ്പൺ എഴുതിയ സംഭവവും ആ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ബാഗ് കൂടെ എടുത്ത് നമ്മളിനി ഇതിനുള്ളിലേക്ക് വെക്കുക. കട്ട് ചെയ്യാൻ വേണ്ടി കട്ടിങ് ലൈൻസ് ചുമ്മാ ബ്ലാക്ക് പെൻ വെച്ച് ഒന്ന് ഇട്ട് കൊടുക്കുക. അതിന് ശേഷം അത് രണ്ടും എടുത്ത് വെച്ചതിന് ശേഷം അതൊന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ഉണ്ടാക്കി ഈ ഒരു ആനിമലിൻ്റെ ബ്ലൈൻഡ് ബാഗും അതേപോലെ തന്നെ നമ്മൾ 2 ബ്ലൈൻഡ് ബാഗ് കൂടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഐസ്ക്രീമിൻ്റെയും അതുപോലെ ഫ്ലവറിൻ്റെയും. അപ്പോൾ ഫ്ലവറിനെ ഞാൻ ഈ വീഡിയോയിൽ ഇപ്പോൾ കാണിക്കുന്നില്ല. അപ്പോൾ ആനിമലിൻ്റെയും ഐസ്ക്രീമിൻ്റെയും ബ്ലൈൻഡ് ബാഗ്
രണ്ടും നമ്മൾ ഷോർട്സിലൂടെയാണ് ഓപ്പൺ ചെയ്യാനായിട്ട് പോകുന്നത്. ഇതിനുള്ളിൽ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഞാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. പിന്നെ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ്, എല്ലാവരും ഗീവ് അവേ പാർട്ടിസിപ്പേറ്റ് ചെയ്തോളൂ കേട്ടോ.